ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 4 രാജ്യങ്ങളിൽ നിന്നുള്ള പഴം പച്ചക്കറി ഇറക്കുമതി ചെയ്യുന്നതിന് താൽക്കാലിക വിലക്ക്. ശുചിമുറിയിൽ പോയി വിമാനത്തിൽ നിന്ന് പുറത്താക്കി. സീറ്റ് നൽകിയാൽ $10,000. ഉത്തര കൊറിയയുമായി സംഘർഷ സൂചന നൽകി ട്രംപ്. തുറമുഖങ്ങൾ കൈയടക്കാൻ താലിബാൻ ശ്രമം. വിശദമായി ഈജിപ്ത്, ജോർദാൻ, ലെബനാൻ, ഒമാൻ എന്നീ 4 രാജ്യങ്ങളിൽ നിന്നുള്ള ഏതാനും പഴവർഗ്ഗങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി. ഈ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ചില പഴവർഗ്ഗങ്ങൾ കീടനാശിനികളുടെ ശേഷിപ്പുകൾ അമിതമായ തോതിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് സെൻട്രൽ ലാബിന്റെ ഈ നടപടി. ലെബനാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ആപ്പിൾ, ഒമാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഷമാം, ക്യാരറ്റ്, ജെർജീൻ, ഈജിപ്തിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പച്ചമുളക്, ജോർദാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കൂസ, മുളക്, ക്യാബേജ്, ചീര, വഴുതന, പയർ, കോളിഫ്ലവർ തുടങ്ങിയവയാണ് പ്രധാനമായും വിലക്കിന് വിധേയമായിരിക്കുന്നത്. അടുത്ത മാസം 24 വരെ ഈ ഇനത്തിൽപ്പെട്ട ഒന്നും തന്നെ ഇറക്കുമതി ചെയ്യാൻ അനുവാദം ഉണ്ടായിരിക്കില്ല. മുനിസിപ്പൽ പരിസ്ഥിതി മന്ത്രാലയവുമായി സഹകരിച്ച ശക്തമായ ഭക്ഷ്യസുരക്ഷാ നടപടികളാണ് തങ്ങൾ സ്വീകരിച്ചു വരുന്നതെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ 510 ഇനങ്ങളുടെ സാമ്പിളുകളാണ് സെൻട്രൽ ലാബിൽ പരിശോധന നടത്തിയത്. ഇതിൽ 67 ഇനങ്ങൾ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നതിൽ നിന്ന് വിലക്കിയതായി ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. കീടനാശിനി ഉപയോഗം അടക്കമുള്ള പരിശോധനകൾ നടത്തുന്നതിന് അത്യാധുനിക സംവിധാനമാണ് ഇവിടെ ഒരുക്കിയത്. രാജ്യാന്തര തലത്തിൽ നിന്ന് മുൻപന്തിയിൽ നിൽക്കുന്ന 15 ലാബുകളിലൊന്നാണ് ഖത്തറിലേതെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. വിമാനം പറന്നുയരും മുൻപുള്ള കാത്തിരിപ്പ് നീണ്ടപ്പോൾ ശുചിമുറിയിൽ പോയ യാത്രക്കാരനെ യുഎസിലെ ഡെൽറ്റ എയർലൈൻസ് പുറത്താക്കിയത് വിവാദമാകും. 18-നാണ് സംഭവം. കവിയും ഡിസ്ക് ജോക്കിയുമായ കിമ ഹാമിൽട്ടൺ ആണ് പുറത്താക്കപ്പെട്ടത്. അറ്റ്ലാന്റയിൽ നിന്ന് മിൽവോക്കിയിലേക്ക് പറക്കാനൊരുങ്ങിയ വിമാനം റൺവേയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് അരമണിക്കൂറോളം ടർമാക്കിൽ കാത്തുകിടക്കേണ്ടി വന്നു. ശുചിമുറിയിൽ പോകാനൊരുങ്ങിയ ഹാമിൽട്ടണെ വിമാന ജീവനക്കാർ തടഞ്ഞു. പോലീസും ഡെൽറ്റ എയർലൈൻസ് അധികൃതരും തന്നെ ചോദ്യം ചെയ്തതായും ടിക്കറ്റിന്റെ നിരക്കിന്റെ ഒരു ഭാഗം തിരികെ നൽകിയതായും ഹാമിൽട്ടൺ പറഞ്ഞു. സംഭവം പുറത്തറിഞ്ഞതോടെ ഒട്ടേറെ പേർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ശുചിമുറിയിൽ പോയെന്ന കാരണത്താൽ ഒരു യാത്രക്കാരന് സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയെന്നും മാത്രം സമാധാനപരമായി പരിഹരിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു. ഉത്തര കൊറിയക്കെതിരെ പുതിയ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്താനാണ് തന്റെ സർക്കാരിന്റെ തീരുമാനമെന്നും സൈനിക നടപടി ഇപ്പോൾ പരിഗണനയിലില്ലെന്നും അദ്ദേഹം അറിയിച്ചു. നയപരമായ വിഷയം പരിഹരിക്കാനാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്, എന്നാൽ അത് പ്രയാസകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉത്തര കൊറിയക്കെതിരായ നടപടികൾക്ക് പിന്തുണ നൽകുന്ന ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ പ്രശംസിക്കാനും ട്രംപ് മറന്നില്ല. ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ പക്വത കാണിക്കണമെന്നും വളരെ ചെറിയ പ്രായത്തിൽ രാജ്യത്തിന്റെ ഭരണത്തിലെത്തിയതിന്റെ കുഴപ്പങ്ങളാണ് ഇതൊക്കെയെന്നും അദ്ദേഹം പറഞ്ഞു. കറാച്ചിയുടെ തുറമുഖ മേഖലകൾ കൈയടക്കാൻ താലിബാൻ, അൽ-ഖ്വയ്ദ തുടങ്ങിയ ഭീകര സംഘടനകൾ ശ്രമിക്കുന്നുവെന്ന് മുജാഹിർ സംഘടന. പാകിസ്ഥാനിലെ ഭീകര സംഘടനകളെ പാക് ചാര സംഘടനയായ ISI പിന്തുണയ്ക്കുന്നുവെന്നും ഇവർ പറയുന്നു. ഇക്കാര്യങ്ങൾ അമേരിക്കൻ നിയമനിർമ്മാതാക്കളെ കത്തെഴുതി മുജാഹിർ അറിയിച്ചു. പാകിസ്ഥാനിലെ പ്രധാന തുറമുഖങ്ങളിലൊന്നാണ് കറാച്ചി. അതുകൊണ്ട് തന്നെ ഇവിടം വരുതിയിലാക്കുന്നതോടെ ഭീകര സംഘടനകളുടെ ആൾബലവും സാമ്പത്തികവും വർദ്ധിക്കും. ഇതാണ് അവർ ലക്ഷ്യം വെക്കുന്നതെന്നും കത്തിൽ പറയുന്നു. ISIയുടെ പിന്തുണയോടെ ഭീകര സംഘടനകൾ പാകിസ്ഥാനിൽ സുരക്ഷിതമായാണ് വാഴുന്നത്. ജിഹാദി സംഘടനകൾ ISIയുടെ പിൻബലത്തിൽ ശക്തി ആർജിക്കുന്നെന്നും തങ്ങൾ ഭയത്തോടെയാണ് അതിനെ നോക്കിക്കാണുന്നതെന്നും മുജാഹിർ സംഘടന കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കറാച്ചിയിലെ സുരക്ഷിതത്വത്തെക്കുറിച്ച് തങ്ങൾക്ക് ആശങ്കയുണ്ടെന്ന് വ്യക്തമാക്കിയ മുജാഹിർ സംഘടന കുട്ടികളെക്കുറിച്ചും തങ്ങൾക്ക് ആശങ്കയുണ്ടെന്ന് കൂട്ടിച്ചേർത്തു. ജിഹാദികൾ പാവപ്പെട്ട കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരിൽ മാനസിക പരിവർത്തനം ഉണ്ടാക്കുന്നു. അങ്ങനെ കുട്ടികൾ ചാവേറുകളും മതഭ്രാന്തന്മാരുമായി മാറുമെന്നും മുജാഹിദ് കത്തിൽ സൂചിപ്പിക്കുന്നു. ഇതോടെ ഇന്നത്തെ വേൾഡ് ന്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.